ബേസിൽ ഈ പ്രദേശത്തുള്ള ഒരാൾ നമ്മളോട് ഇപ്പം ടെലിഫോണിൽ ചേരുന്നു. ബേസിൽ നമസ്കാരം. ബേസിലെ ഇപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ബേസിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണോ? നിലവില് ബോഡി ഇവിടുന്ന് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചിട്ടില്ല. ആ അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് ഒരു തീരുമാനമായതിനു ശേഷം മാറ്റി മതി എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ ഇവിടെ നാട്ടുകാരെല്ലാം കൂടി ഒരു ചെറിയ സംഘർഷാവസ്ഥയിലാണ് നിലവിലുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടാണോ അവർ സംസാരിക്കുന്നത്? വനം വകുപ്പിന്റെ 2-3 പേരേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ വന്നിട്ടില്ല. ആ പിന്നെ ബേസിൽ യഥാർത്ഥത്തിൽ പ്രേക്ഷകർ ഞങ്ങളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ബേസിൽ അയച്ചതാണ്. സന്തോഷം ബേസിൽ, കാരണം ഞങ്ങളുടെ പ്രതിനിധി അവിടെ ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വിളിച്ചായിരുന്നു, അപ്പൊ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ഓ സന്തോഷം ബേസിൽ. ബേസിൽ യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാരന് അറിയാവുന്ന വഴികളിലൂടെ ആയിരുന്നല്ലോ അയാളുടെ യാത്ര. എന്നിട്ടും കാട്ടാനയുടെ ദൃശ്യപ്പെട്ടു. ജോലി കഴിഞ്ഞ് വന്ന് ബസ്സിനിറങ്ങി വീട്ടിലേക്ക് പോയതാണ്. താങ്കൾക്ക് അറിയാവുന്ന ആളാണോ ബേസിൽ? എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ എന്റെ വീടിന്റെ അടുത്തല്ല, കുറച്ച് ദൂരത്തിലായിട്ടാണ്. ഓക്കെ, വളരെ വീടിന്റെ തൊട്ടടുത്ത് വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായെന്ന് നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് വാർഡ് മെമ്പർ ജോഷി പറയുന്നുണ്ടായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് വെച്ചാണ്. അതായത് കുറച്ച് ഭാഗം വനത്തിന്റെ ഭാഗത്തോടെയാണ് ഈ വഴി പോകുന്നത്. അവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്. നാട്ടുകാർ ഇത്തിരി സംഘർഷത്തിലാണോ? കാര്യമായി പ്രതിഷേധിക്കുന്നുണ്ടോ അവർ? എന്തോ? നാട്ടുകാർ കാര്യമായി പ്രതിഷേധിക്കുന്നുണ്ടോ? അതെ അതെ അതെ, വൻ പ്രതിഷേധമാണ് ഇവിടെ. ബേസിലിന്റെ അഭിപ്രായത്തിൽ ഈ കാട്ടാനയുടെ ഈ ഭീഷണി എന്നേക്കുമായി അവസാനിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാല് എന്താണല്ലേ? ഓക്കെ ബേസിൽ യഥാർത്ഥത്തിൽ അവിടെ തിരക്കിലായിരിക്കുമല്ലോ. ബേസിൽ അവിടുത്തെ കുറെ ചിത്രങ്ങൾ വീണ്ടും നമുക്ക് അയച്ചു തരിക. ഓക്കെ ബേസിൽ, താങ്ക് യു. അവിടുത്തെ പ്രദേശവാസിയാണ് ബേസിൽ അയച്ച ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ ഒരു സംഘർഷ സ്ഥിതി ഉണ്ടെന്നാണ് ബേസിൽ പറയുന്നത്. ഈ എന്തെങ്കിലും ഒരു തീരുമാനമാകാതെ ഈ എൽദോസിൻ്റെ മൃതദേഹം സംസ്കാരത്തിനൊക്കെ എടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കഴിഞ്ഞ കുറച്ചധികം കാലമായി ഈ കുട്ടമ്പുഴയിലും ഉരുളൻതണ്ണിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ വാർത്തകളുണ്ടായിരുന്നു. കാട്ടാന ശല്യം കാരണം നേരാമണ്ണം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ വിജയൻ, ശരിക്കും ഒരു കാട്ടാന ആക്രമണം കൂടി ഈ ഉരുളൻതണ്ണിയിൽ ഉണ്ടായിരിക്കുന്നു. ക്ണാച്ചേരി സ്വദേശി എൽദോസ് ആണ് മരിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്ത് മുമ്പും കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. കാട്ടാനകൾ പലതവണ ഈ പ്രദേശത്ത് ഇറങ്ങാറുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഈ കാട്ടാനകൾ ഇറങ്ങുന്നതിന്റെ തടയിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നില്ല. അതായത് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അപകടം നടന്ന് ഇയാൾ ഇവിടെ കിടക്കുന്ന കാര്യം ആളുകൾ കാണുന്നത് വാഹനത്തിന്റെ വെട്ടമടിച്ചാണ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, വലിയ തരത്തിലുള്ള പരാതികൾ ഈ പ്രദേശത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതിന്റെ കൂടി പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നുള്ള ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തുണ്ടാകുന്ന ആളുകളുടെ ഒരു രോഷം അത് എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ നേരിമംഗലത്താണെങ്കിലും സമീപകാലത്ത് ഒരു സ്ത്രീ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ, അവരുടെ മൃതദേഹം ഉൾപ്പെടെ നടു റോഡിൽ കോതമംഗലം ടൗണിൽ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ അതിൽ പങ്കാളികളാകുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇവിടെ ഈ കുട്ടമ്പുഴയിൽ കാട്ടാന ഇറങ്ങുന്നു. അതിനുശേഷം ആ കാട്ടാനകളെ തുരത്താൻ നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരുന്നപ്പോൾ വീണ്ടും കാട്ടാന ഇറങ്ങുന്നു. പക്ഷേ നാട്ടുകാരുടെ പരാതി പലതവണ ഈ കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോകാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഉരുളൻതണ്ണി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്, അതായത് ഉരുളൻതണ്ണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൂട്ടമ്പുഴയിൽ നിന്ന് ഒരു ജനവാസ മേഖലയിൽ നിന്ന് ഒരു വനപ്രദേശം കടന്നിട്ട് വീണ്ടും ഒരു ജനവാസ മേഖലയാണ്. അതിനിടയിലുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ 60 കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ഇവർക്ക് സ്വാഭാവികമായിട്ടും പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഈ 1 കിലോമീറ്റർ ദൂരത്തിലുള്ള വനപ്രദേശം കടന്നെങ്കിൽ മാത്രമേ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഫെൻസിംഗിന്റെ സംവിധാനം ഒരുക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര ഒരു താമസം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട്
ഫെൻസിംഗ് ഒടുക്കാത്തതെന്നൊരു ചോദ്യം ബാക്കിയായി നിൽക്കുകയാണ്. ആ ഫെൻസിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാട്ടാന ഈ റോഡിലേക്ക് ഇറങ്ങില്ലായിരുന്നു. ഈ എൽദോസും അതുപോലെ തന്നെ എൽദോസിന്റെ മറ്റൊരു സുഹൃത്തും കൂടെ ചേർന്നാണ് ഈ റോഡിലൂടെ നടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അവർ കാട്ടാന ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ എൽദോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല.